ഇതാണ് ട്രയംഫിന്റെ 6ാം തമ്പുരാൻ. അതായത് അവരുടെ ഏറ്റവും പുതിയതും ഈ സീരീസിലെ 6ാമത്തെയും ബൈക്കാണ് നമ്മുടെ ട്രാക്കർ 400. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ പേരിൽ മാത്രമേ ഉള്ളൂ ഈ 400 ഒക്കെ, കാരണം എഞ്ചിൻ ഡൗൺ സൈസ് ചെയ്തിട്ട് 350cc ആക്കിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് ഇപ്പോൾ എത്രത്തോളം ബൈക്ക് ഉണ്ടെന്ന് അറിയാം. ആൻഡ് ഇതെല്ലാം കൂടിയിട്ട് ഒരു ഫുട്ബോൾ ടീം കളിക്കാനുള്ള ആൾക്കാരാവുമല്ലോ. എനിവേസ്, ജോക്സ് അപ്പാർട്ട്, നമ്മുടെ 2026 ആയിട്ടുള്ള ട്രയംഫ് സ്പീഡ് 400 350cc ആയിട്ട് വരുന്ന ഫുൾ റിവ്യൂ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മേലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേസ്, ഈ ഒരു പുത്തൻ ബൈക്കിൻ്റെ കംപ്ലീറ്റ് വിശേഷങ്ങളും റൈഡ് എക്സ്പീരിയൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ പേര് നിഹാൽ റഷീദ്. ഓൾ മൈ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. സോ ഈ ബൈക്ക് പുത്തൻ തന്നെയാണ്. ബട്ട് ഈ എഞ്ചിൻ നമ്മൾ മുന്നേ രുചിച്ചിട്ടുള്ള അതേ 400 സീരീസിലെ ഇപ്പോൾ വന്നിട്ടുള്ള 350 ക്ലാസ് എഞ്ചിനാണ്. അതായത് ഈ ഒരു മാറ്റം വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ബട്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ് 350cc മുകളിലുള്ള ബൈക്കുകൾക്കൊക്കെ 40% ആണ് GSTയുടെ സ്ലാബ്. പിന്നെ നോക്കുകയാണെങ്കിൽ 350 താഴത്തേക്ക് വരുന്ന ബൈക്കുകൾക്ക് വെറും 18% ഉള്ളൂ. സോ ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം മാനുഫാക്ചറിങ്ങും എഞ്ചിനീയറിങ്ങും മാറ്റിയിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ബജാജ്. നമ്മുടെ ബജാജും KTMസിലും അതുപോലെ ട്രയംഫിലും ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. സോ ബേസിക്കലി ഇതെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ മറ്റെല്ലാ ബ്രാൻഡ്സിനും മുന്നേ അവർക്ക് ഒരു നഷ്ടത്തിൽ വാഹനം വെക്കാതെ അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് മാറാതെ തന്നെ ഈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ബജാജിനും ട്രയംഫിനും KTMനും പറ്റുന്നുണ്ട് ഈ ഒരു എഞ്ചിനോട് കൂടെ തന്നെ. ബട്ട് ഇതുവരെ മുന്നേ നമുക്ക് പറയാം ബാക്കിയുള്ള ബൈക്സിനൊന്നും ബജാജ് അങ്ങനെ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ അത്രയും കാലം ആ ഒരു ലോസ് അവർ സ്വന്തമായിട്ട് സഹിക്കായിരുന്നു. സോ അത്രയ്ക്കാണ് ഇതിൻ്റെ ഡൗൺ സൈസിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഫ്രണ്ട് തന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കുഞ്ഞൻ വൈസർ കാണാൻ പറ്റും, ഓൺലി ഫോർ ഡിസൈൻ. ഇത് നമുക്ക് വിൻ പ്രൊട്ടക്ഷൻ ഒന്നും തരില്ല. ബട്ട് ഇവിടെ 400 എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. ഈ ബൈക്കിൽ പെർട്ടിക്കുലർലി ഈ കളറിന് കൂടെ റെഡ് ആണ്. പിന്നെ താഴെ നമ്മൾ സ്ഥിരം ട്രയംഫിൽ 400 സീരീസിൽ കണ്ടിട്ടുള്ള അതേ ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ്ലി LED ആണ്, DRലും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമുക്കൊരു UST ഫോക്സ് കാണാൻ പറ്റും. ബട്ട് ഗോൾഡൻ UST അല്ല, അത് മിസ് ഔട്ടാണ്. ചില ആൾക്കാർക്ക് ഗോൾഡൻ ആണ് ഇഷ്ടം. എനിക്ക് പേഴ്സണലി ബ്ലാക്കോ അല്ലെങ്കിൽ ഷാമ്പയിൻ ഗോൾഡോ ഒക്കെയാണ് ഇഷ്ടം. ഗോൾഡൻ ഭയങ്കര ഉതിപ്പുള്ള പോലെയാണ്. പിന്നെ ടയേഴ്സിൽ നോക്കുകയാണെങ്കിൽ MRFിൻ്റെ ടയേഴ്സാണ്. നമ്മുടെ ട്രക്സ്റ്റൺ 400ലുള്ള സെക്കൻഡ് ഓപ്ഷനാണ്. ട്രക്സ്റ്റണിൽ നമുക്ക് അപ്പോളോയുടെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് MRF ടയേഴ്സ് മാത്രമേ ഉള്ളൂ. റേഡിയൽ ടയേഴ്സാണ്. ആൻഡ് ബ്രേക്സ് നോക്കുകയാണെങ്കിലും സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ആണ്, അതേപോലെ ബൈബ്രേ ബ്രേക്സ് ആണ്. ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഫ്ലാറ്റ് ട്രാക്കിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബൈക്കാന്ന് പറയാൻ പറ്റുന്നത്. ഇൻസ്പയർഡ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഇത് ഫ്ലാറ്റ് ട്രാക്കിംഗ് പറ്റൊരു ബൈക്കല്ല, അതുപോലെ ഓഫ് റോഡിങ്ങിനും പറ്റൊരു ബൈക്കല്ല. അത് നമ്മുടെ സീരീസിൽ തന്നെ സ്ക്രാംബ്ലറൊക്കെ വരുന്നുണ്ട് ട്രയംഫിന്. ബട്ട് ഇത് റോഡ് യൂസിനുള്ള ബൈക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ കണ്ടായിരിക്കും ഈ ബൈക്ക് സിംഗിൾസിലുള്ളതെന്ന്. ബട്ട് അല്ല, ഈ കവിളിൻ്റെ താഴെ ഒരു സീറ്റും കൂടി ഉണ്ട്. പക്ഷേ പെട്ടെന്നൊന്ന് കമ്മിറ്റഡ് ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങൾ ആദ്യം കീ വെച്ചിട്ട് സീറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം താഴെയുള്ള 2 ബോൾട്ട് അലൻകി വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ, എന്നിട്ട് ഈ കവളെടുത്ത് കളയാൻ പറ്റും. ബട്ട് നിങ്ങൾ എവിടെ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. സോ ആദ്യം പ്ലാൻ ആയിട്ട് കമ്മിറ്റഡ് ആവുക, ദെൻ യു ക്യാൻ ട്രാവൽ വിത്ത് യുവർ പാസഞ്ചർ പ്രിൻസസ് ഓർ സംതിങ്. പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ട്രാക്കർ ഇൻസ്പയർഡ് സ്റ്റിക്കറിയും കാണാൻ പറ്റും. ഇതിന് അവർ സ്ട്രിപ്പ് ബാക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഈ കളർ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കളറാണ്. ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് ഈ കളർ തന്നെ. പിന്നെ ഇത് കൂടാതെ 2 വേറെ കളർ ഓപ്ഷൻസ് നമുക്ക് ഇത് ലഭ്യമാണ്, ഒരു യെല്ലോയും ബ്ലാക്കും. ഇനി താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്ഥിരം ആ ട്രയംഫിൻ്റെ എഞ്ചിൻ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒന്നും യാതൊരു വ്യത്യാസമില്ല. ഒരു 350 സീരീസ് ആണെന്ന് എവിടെ എഴുതിയിട്ടില്ല. ബട്ട് ഒരു TR സീരീസ് എന്നുള്ള എഞ്ചിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. മുന്നത്തെ പോലെ 400 എന്നുള്ള ബാഡ്ജിങ് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുട്ടറസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വെരി പ്രീമിയം ആണ്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ സാധനം, ലിവറും എല്ലാം ഭയങ്കര പ്രീമിയം ആണ്. പിന്നെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ മാത്രമാണ് സ്ക്രാംബ്ലർ XCയിലുള്ള എക്സോസ്റ്റ് ആണ്. ഇനി പുറകിൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആംഗിൾ ഇതാണ്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഈ ടയർസ് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ചസ് തന്നെയാണ്. ബട്ട് 150/60 സെക്ഷനാണ്. കുറച്ചുകൂടി വൈഡർ ആൻഡ് തിക്കർ ആയിട്ടുള്ള MRFിൻ്റെ ടയേഴ്സാണ്. ഈ മഡ്ഗാർഡൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ടൂ മച്ച് റെട്രോ ആയോ എന്നൊരു സംശയമുണ്ട്. അതേപോലെ തന്നെ ടൈലൈറ്റും വളരെ കുഞ്ഞായിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഗ്രാബ് ഹാൻഡിൽസും ഭയങ്കര ഓൾഡ് സ്കൂളായി പോയോ എന്നൊരു തോന്നലാണ് എനിക്ക് വരുന്നത്. പിന്നെ നമ്മുടെ സാരി ഗാർഡും ഉണ്ട്. റൂൾസ് എന്ത് ചെയ്യാനാ. അനദർ ചേഞ്ച് എന്താ വെച്ചാൽ നമ്മുടെ മുന്നേ ട്രയംഫ് ബൈക്സിലൊക്കെ ഇമ്മൊബിലൈസർ കൊടുക്കുന്നുണ്ടായിരുന്നു കീല്. അതായത് നമുക്ക് ആൻറ്റി തെഫ്റ്റ് പ്രൊട്ടക്ഷനാണ്. നമുക്ക് വേറെ ആരെങ്കിലും വണ്ടി മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൈറൻ അടിച്ച് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതില്ല. പിന്നെ ട്രയംഫ് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രിട്ടനിലാണ് ഇതിൻ്റെ ആവശ്യം കൂടുതൽ, ഇന്ത്യയിൽ എത്ര പ്രശ്നമില്ലാതാണ്. എനിവേസ്, ആൻഡ് സെക്കൻഡ്ലി നമ്മുടെ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് സ്ലിപ്പറിയാണ്. ഈ സീറ്റിൽ അധികം ഗ്രിപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അധികം ഭയങ്കര ഫ്ലാറ്റും ആണ്, കുറച്ചൊരു സ്ലോപ്പും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ചെറിയ നിറ്റ് പിക്കിംഗ് ആണ്. ഇനി നമുക്ക് ഓവറോൾ റൈഡിങ് എക്സ്പീരിയൻസിന് വേണ്ടി നോക്കാം.
ഇനി ബൈക്കിലേക്ക് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ കൃത്യമായിട്ട് ഇരിക്കണമെന്ന് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഈ ഇരുപ്പനൊന്ന് ശരിയാക്കണം. ആ കുഴിയില്ലേ, അതാണ് സ്വീറ്റ് സ്പോട്ട്. കയറിയിരിക്കും. കാരണം ദുൽഖർ സൽമാൻ ബാംഗ്ലൂർ പറഞ്ഞ പോലെ ചിന്നപ്പായിട്ട് എൽബോസ് ഔട്ടായിട്ടാണ് ഈ ബൈക്ക് ആക്ച്വലി റൈഡ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു ഫ്ലാറ്റ് ട്രാക്കിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ്. സോ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഇസ് വെരി വൈഡ്. ഈ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വൈഡാണ്. അത് കുറച്ചുകൂടി ഫ്രണ്ട് സെറ്റുമാണ്. ഇതാ ഇത്രയും ഫ്രണ്ടിലേക്ക് നിൽക്കണം. പിന്നെ ഇതൊരു അലൂമിനിയം ഹൈഡ്രോ ബ്ലാസ്റ്റഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫൂട്ട് റെസ്റ്റും കുറച്ച് ഹൈ അപ്പാണ്, കുറച്ച് റിയർ സെറ്റാണ്. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ റൈഡേഴ്സ് ട്രയാങ്കിൾ വരുന്നത്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് വെരി കമ്മിറ്റഡ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു റൈഡിങ് ട്രയാങ്കിൾ ഒന്നുമല്ല, പക്ഷേ ഭയങ്കര റിലാക്സ്ഡും അല്ല. സോ അത് നിങ്ങൾ റൈഡ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഒന്നും വരുന്നില്ല. സോ ആ ഒരു ഫീച്ചർ അവിടെ മിസ് ഔട്ടാണ്. ഇനി എനിക്കിത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 805 mm ആണ് ഇതിൻ്റെ സാഡിൽ ഹൈറ്റ് അഥവാ സീറ്റ് ഹൈറ്റ് വരുന്നത്. സോ അത് വലിയൊരു ബുദ്ധിമുട്ടല്ല. അതിനൊപ്പം തന്നെ ടാഗും ഭയങ്കര തിൻ ആൻഡ് ഫ്ലാറ്റാണ്. ഒരു ടിയോ ടോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. വെരി ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ബൈക്കിലിരിക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ തോന്നും, ബട്ട് വെരി ലോങ്. ഇനി ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ഫില്ലർ ക്യാപ്പ്, അത് നല്ല പ്രീമിയം തോന്നിക്കുന്ന ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞൻ എഞ്ചിൻ ഗാർഡും കൂടിയാണ്. അത് വളരെ കുഞ്ഞാണ്, ബട്ട് എഞ്ചിൻ പ്രൊട്ടക്ട് ചെയ്യണം, അത് ധാരാളമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ടാങ്കിൻ്റെ ഇവിടെ ഒരു കട്ടൗട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് അത്യാവശ്യം വലിയൊരു കട്ടൗട്ട് തന്നെയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ UST തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രയം 400 സീരീസിലെ ഏറ്റവും കുറഞ്ഞ ടേണിംഗ് സർക്കിൾ ഉള്ളത് ഈ ഒരു ട്രാക്ക് 400 ആണ്. അത് ആക്ച്വലി ഹെൽപ്ഫുൾ ആണ് സിറ്റിയിലൊക്കെ മെനൂവർ ചെയ്യാൻ. ഈ വലിയ ഹാൻഡിൽ ബാർ കൂടി ആകുമ്പോൾ മെനൂവറിങ് ഇസ് വെരി ഈസി. ഒരു മേജർ മിസ്സിംഗ് തോന്നുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ്. കാരണം നമുക്ക് സ്പീഡ് 400-ലും സ്ക്രാമ്പിളറിലും ഒക്കെ വരുന്നുണ്ട് ഒരു അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്. ഇവിടെ മാത്രം നമുക്കൊരു അഡ്ജസ്റ്റബിൾ ലിവേഴ്സിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. സോ ഈ ബൈക്ക് നമ്മൾ അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് കംപ്ലീറ്റ്ലി നമ്മൾ റൈഡ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മൾ ത്രക്സ്റ്റൺ 400-ൻ്റെ അതേ ഫീൽ തന്നെയായിരിക്കും ഈ ബൈക്കും തരാം. കാരണം ആ ഒരു ടോപ്പ് ട്യൂൺ വെച്ചിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ ട്യൂണാണ് നോക്കുകയാണെങ്കിലും 40 PS ആൻഡ് 32 Nm ആണ് കൊടുത്തിട്ടുള്ളത്. സെയിം ആസ് ട്രക്സ്റ്റൺ. സ്പ്രോക്കറ്റിംഗ് നോക്കിയാലും സെയിം ആസ് ട്രക്സ്റ്റൺ. ചെയിൻ്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാലും സെയിം ആസ് ട്രക്സ്റ്റൺ. അപ്പം ടോട്ടലി ഇതിൻ്റെ ബിഹേവിയർ സെയിം ആണ്, ബട്ട് റൈഡിങ് ട്രയാങ്കിൾ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആ ഒരു മാറ്റം വരുന്നത്. അത്രത്തോളം കമ്മിറ്റഡ് അല്ല, എന്നാൽ സ്പീഡിൻ്റെ അത്രയും റിലാക്സ്ഡും അല്ല. കറക്റ്റ് ഒരു മിഡിലാണ് വരുന്നത്. ഇനി വെയിറ്റ് നോക്കുകയാണെങ്കിലും സെയിം ആണ്. നമ്പേഴ്സ് നോക്കിയാൽ തന്നെ കാണാം. സ്പീഡിൻ്റെ വെയിറ്റ് 3 കിലോഗ്രാം കൂടുതലുമാണ്, പക്ഷേ ട്രക്സ്റ്ററിൽ നിന്ന് 3 കിലോഗ്രാം കുറവാണ്. ഇനി ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇത് വളരെ നിമ്പിളാണ് ഹാൻഡിൽ ചെയ്യാനും കാര്യത്തിലൊക്കെ. പിന്നെ നമ്മുടെ എൻജിൻ ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു ഔട്ട്റൈറ്റ് പെർഫോമൻസ് നമുക്ക് കുറച്ച് കുറവായിട്ട് തോന്നും. ലോ എൻഡിൽ ഇത്തിരി കുറവായി തോന്നും, ബട്ട് വെരി സ്ട്രോങ് മിഡ് റേഞ്ച് ഉണ്ട്. അതുപോലെ ഈ എൻജിൻ ഇപ്പോൾ കുറച്ചുകൂടി നല്ല റിഫൈൻഡ് ആയിട്ടുണ്ടല്ലോ. സോ ആ ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. വൈബ്രേഷൻസ് ഒക്കെ വെരി നെഗ്ലിജിബിൾ ആണ്. ഈ ഒരു ക്ലാസ് ഓഫ് ബൈക്സിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. ഗ്ലവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ബാർത്ത ചെറിയ വൈബ്രേഷൻസ് ഒക്കെ നെഗ്ലിജിബിൾ ആയിട്ട് പോകും. പിന്നെ കുറച്ച് നമുക്ക് സീറ്റിൽ അറിയാൻ പറ്റുന്നുണ്ട് വൈബ്രേഷൻസ്. അതർവൈസ് ഫുഡ് ബൈക്കിലും കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മുടെ പിക്കപ്പ് പവർ നോക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ഡിപ്പിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഇനീഷ്യലായിട്ട്. ബട്ട് ഇതിൻ്റെ RPM നോക്കുകയാണെങ്കിൽ 10,200 വരെ ഇത് റവ് ചെയ്യും, റെഡ് ലൈൻ ചെയ്യും, സെയിം ആസ് ട്രക്സ്റ്റൺ. സോ ഈ ഒരു എഞ്ചിൻ വെച്ചിട്ടുള്ള മോസ്റ്റ് ഔട്ട്പുട്ട് ഈ ബൈക്കിനും ട്രക്സ്റ്റണിനും തന്നെയാണ്. ആൻഡ് ഇത് രണ്ടും ഓടിക്കാൻ അടിപൊളിയാണ്. സോ ലാസ്റ്റ്ലി നമുക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുള്ള സസ്പെൻഷൻ ഇല്ല. സിറ്റിയിലേക്കുള്ള ഒരു അർബൻ റൈഡിങ് തന്നെയാണ്. ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ട്രാക്കിംഗ് ഡിസൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്ക്രാമ്പിളിൽ അത്രയും ട്രാവൽ വരുന്നില്ല. റിയർ സസ്പെൻഷൻ ആണെങ്കിലും ഒരു വെൽ ഹിഡൻ മോണോഷോക്കാണ്. അതും അത്യാവശ്യം നല്ല സപ്പിളാണ്. ബട്ട് ഓഫ് റോഡിലും അതേപോലെ ഒരു സ്ക്രാമ്പിളർ ടൈപ്പ് ഓഫ് യൂസിനൊന്നും പറ്റിയിട്ടുള്ള ഒരു സസ്പെൻഷൻ അല്ല. ആൻഡ് ഞാൻ പറഞ്ഞു സീറ്റ് നമുക്ക് ഊരിയേക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ കാണുമ്പോൾ അപ്പെക്സ് വരുന്നത് നമ്മൾ ഗറില്ല 450 അപ്പെക്സ്. ഒബ്വിയസ്ലി അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലാണ്. ആൻഡ് റോയൽ എൻഫീൽഡിന് എന്തായാലും പ്ലാൻ ഒന്നുമില്ല അതൊരു 350 ആക്കാനുള്ള. കാരണം ഓൾറെഡി അവർക്ക് ഇഷ്ടം പോലെ 350 ബൈക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഹയറുമാണ്. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി. നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കർ ഇൻസ്പയർഡ് ഒരു കൗളുള്ള ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും റിമൂവ് ചെയ്യാനും പറ്റുന്നതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. നെക്സ്റ്റ് പവർ നോക്കുമ്പോൾ റോയൽ എൻഫീൽഡാണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്. ബട്ട് അതേപോലെ തന്നെ മൈലേജിലും അതായിരിക്കും കുറച്ചുകൂടി ഡ്രോപ്പ് ഉണ്ടാവുക. ഇതിപ്പോൾ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുണ്ട്, കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻറ്റും ആയിട്ടുണ്ട്. ബട്ട് റോയൽ എൻഫീൽഡ് നമുക്കറിയാം ഷെർപ്പ എഞ്ചിൻ മുന്നേ തന്നെ ഉള്ളതാണ്. ആൻഡ് ഔട്ട്റൈഡ് പവർ നല്ലോണം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി വൈബ്രേഷൻസും ഉണ്ട്. ആൻഡ് ബെസ്റ്റ് ആയിട്ട് വരുന്നത് അത് ഹിമാലയനിൽ തന്നെയാണ്. ഒബ്വിയസ്ലി നമ്മുടെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഗറിലനായിട്ട് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ടാങ്ക് സൈസ് തന്നെയാണ്. അത് 11 ലിറ്റേഴ്സ് വരുന്നുള്ളൂ. അത് വെരി ടൈനിയാണ്. ഇത് അത്യാവശ്യം ഒരു 13 ലിറ്റേഴ്സ് കുറച്ചുകൂടി ബെറ്റർ ആണെന്നുള്ളൂ. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി കൂടി കൂടിയതുകൊണ്ട് കുറച്ചുകൂടി ടാങ്ക് റേഞ്ച് കിട്ടും നിങ്ങൾക്ക് ഹൈവേസിലൊക്കെ കാര്യങ്ങളിൽ പോകുമ്പോൾ. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ക്ലച്ച് ലിവർ തന്നെയാണ്. ഇത് കുറച്ചുകൂടി ലൈറ്ററാണ് ആൻഡ് ഗിയേഴ്സും നല്ല സ്മൂത്തറാണ്.
നമ്മുടെ ഏപെക്സ് ബാക്ക് ടു ബാക്ക് കമ്പയർ ചെയ്താലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ബട്ട് ഒബിയസ്ലി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ്ലി, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഗറില്ല 450 ഉണ്ടോ, അതോ നിങ്ങളുടെ മുന്നിൽ ഒരു മുന്നത്തെ ട്രയംഫ് 400cc ബൈക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോ ഏട്ടാ, നിങ്ങൾ ആരായിട്ടാ, നിങ്ങൾ എന്തിനാ അപ്ഗ്രേഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതാണ് ജെം ഓഫ് എ ബൈക്സ്. ഇതിൽ എന്തായാലും ഒരു പവറിൻ്റെ ഡിപ്പ് ഉണ്ടാവും. അത്രത്തോളം പെർഫോമൻസ് നമുക്ക് ഔട്ട്റൈറ്റ് ഫീൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദിസ് ഈസ് മോർ റിഫൈൻഡ്, മോർ ഫ്യൂൽ എഫിഷ്യൻറ്റ്. പിന്നെ അത് ഒരു ലോവർ ക്ലാസ് ബൈക്സ് എന്ന് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. ആൻഡ് ലുക്സ് നോക്കുകയാണെങ്കിലും ബ്രാൻഡ് വാല്യൂ നോക്കുകയാണെങ്കിലും ദിസ് ഇസ് സ്റ്റണ്ണിങ്. ട്രയംഫിൻ്റെ ബാഡ്ജ് എന്ന് പറയുന്നത് അവർ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരിക്കും ഒരുപാട് പേർക്ക്. ട്രയംഫിൻ്റെ ഡൈ ഹാർഡ് ഫാൻസും ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ സർവീസും. ബട്ട് അത്ര എക്സ്പെൻസീവ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 year അല്ലെങ്കിൽ 16,000 അവിടെ സർവീസ് ഇൻ്റർവെൽസ്. മൊത്തം ഇന്ത്യയുടെ കണ്ടീഷൻസിൽ ഒന്നും കൂടി പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഓയിൽസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മുടെ ട്രയംഫ് സ്പീഡ് 400 വീഡിയോസ് നമ്മൾ എന്തായാലും കാണുക. അതേപോലെ മറ്റ് വീഡിയോസും താഴെ ഞാൻ ലിങ്ക് കൊടുക്കുക, അതും കാണാം. സോ അവസാനമായിട്ട് നോക്കുമ്പോൾ ഇതൊരു ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു പ്രീമിയം മോട്ടോർ സൈക്കിളാണ്. അതേപോലെ തന്നെ ട്രയംഫ് ബ്രാൻഡ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ട്രയംഫ് ബ്രാൻഡിലേക്കുള്ളൊരു നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. അതുപോലെ തന്നെ വെരി ഗുഡ് ലുക്കിംഗ് ബൈക്ക് കൂടിയാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയതുകൊണ്ട് അധികം ജിമ്മിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും പോയി കഷ്ടപ്പെടേണ്ടി വരില്ല. ഈസി ടു ഹാൻഡിൽ ആയിരിക്കും. സോ എന്തായാലും ഇതിൻ്റെ പാർട്സൊക്കെ ട്രയംഫ് ഫാമിലിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർഡാണ്. മോസ്റ്റ്ലി ത്രക്സ്റ്റൺ, ബ്രേക്ക് ആംഗിൾ മുതൽ ടയേഴ്സ് മുതൽ അതുപോലെ എൻജിൻ, അതുപോലെ സ്പ്രോക്കറ്റിംഗ് എല്ലാം. പിന്നെ എക്സോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ക്രാമ്പിളർ എന്നാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ബട്ട് ശബ്ദം സ്ക്രാമ്പിളറിനെ പോലെയാണോ എന്നൊന്നും പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അത് നിങ്ങൾ താഴെ കമൻറ്റ്സിൽ അറിയിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വലിയൊരു മോട്ടിവേഷനാണ് ഇതൊക്കെ. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ താഴെ എഴുതി അറിയിക്കാവുന്നതാണ്. സോ മൈ നെയിം ഈസ് നിഹാൽ റാഷിദ്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.